നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അത് നമുക്ക് വില കുറവിനൊക്കെ കിട്ടില്ലേ മാർക്കറ്റിൽ നിന്ന്. ചില സീസണിൽ 50 രൂപയ്ക്ക് 4 കിലോനൊക്കെ കിട്ടും. ആ സമയത്ത് ഇത് വാങ്ങി നിന്നിട്ട് ഈ പറയണോണം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടാവശ്യത്തിന് കുറേ നാളേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതേപോലെ 4 ആക്കി നുറുക്കും തക്കാളി. എന്നിട്ട് നമ്മൾ ഒരു പരന്ന പാത്രത്തിൽ ഫ്രീസറിലേക്ക് വെക്കും. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേ നമ്മൾ ഇങ്ങനെയൊന്ന് അനക്കി കൊടുക്കണം കേട്ടോ തക്കാളീനെ. അപ്പോൾ ഇത് കട്ട പിടിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ അനക്കിയതിന് ശേഷം ആദ്യം ഫ്രീസറിൽ വെച്ച് ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറാകുമ്പോൾ ഇതേപോലെ ഫ്രീസായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇനിയുണ്ടല്ലോ തക്കാളി ഫ്രീസറിൽ നിന്ന് എടുത്തുന്നിട്ട് നമുക്ക് ഇതേപോലെ ഒറ്റയായിട്ട് അടർത്തി എടുക്കും. ഓരോന്നും ഇങ്ങനെ അടർത്തി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് എടുക്കുമ്പോഴേ നമുക്ക് ഒരു കഷ്ണം വേണമെങ്കിൽ ഒരു കഷ്ണമായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഇതേപോലെ നമ്മൾ ഒക്കെ വിടർത്തി ഇട്ടിട്ട് വേണം സിബ്ലോക്ക് കവറിലേക്ക് ആക്കി വെക്കണമെങ്കിൽ കേട്ടാ. ഇത് നമ്മളെ വീട്ടിലുണ്ടായ തക്കാളിയാണ്. അപ്പം എല്ലായിടത്തേക്കും കൊടുത്തു വന്നിട്ടും കുറേ തക്കാളി ബാക്കി വന്നു. അപ്പം നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചപ്പോഴേ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ജൈവ രീതിയിലാണ് കേട്ടോ നമ്മൾ തക്കാളി കൃഷി ചെയ്തത്. അപ്പം തക്കാളിക്ക് വരുന്ന കേടുകളൊക്കെ നമ്മൾ അകത്താനായിട്ട് ചെയ്തത് പാൽക്കായ ഉണ്ടല്ലോ, പാൽക്കായം പുളിച്ച മോരിൽ കലക്കിന്നായിട്ട് 3 ഇരട്ടി വെള്ളം ചേർത്ത് തെളിച്ചു കൊടുക്കണം. അപ്പോൾ തക്കാളിക്ക് കുരുടിപ്പ് പോലുള്ള രോഗങ്ങളൊക്കെ തടുക്കാൻ നല്ലതാണ്. ഓരോ പ്രാവശ്യം പൊട്ടിക്കുമ്പോഴും ബാക്കി വരുന്നത് ഞാൻ ഇതേപോലെ സിബ്ലോക്ക് കവറിൽ ആക്കി വെക്കുകയാണ് ചെയ്തത്. എടുക്കാൻ സൗകര്യത്തിന് ചെറിയ ചെറിയ പാക്കറ്റിലാക്കണമെന്നുണ്ടെങ്കിൽ ഡോർമ വരുന്ന സ്പേസിലൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. തക്കാളി സോസൊക്കെ ആക്കി വെക്കാവുന്നതാണ്. പക്ഷേ സോസൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കറിയിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ. നമുക്ക് ഈ കറിയിലൊക്കെ ഇടണമെങ്കിൽ ഇതേപോലെ പച്ചത്തക്കാളി തന്നെ വേണ്ടേ. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കറിയിലേക്ക് നമുക്ക് നേരിട്ടിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ കൂട്ടാനും മറക്കില്ലല്ലോ. അപ്പോൾ വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം.